കേരളത്തിൽ അറബിക്കടലിൻ്റെ മനോഹരമായ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് കോവളം. കോവളം ബീച്ചിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് 1930 കാലഘട്ടത്തിലെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ്. എന്നിരുന്നാലും 1970കളിൽ മാത്രമാണ് കോവളത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കോവളം ബീച്ചിലാണ്. കോവളം ബീച്ചിനെ വെച്ചിട്ട് പറയണ്ടല്ലോ, അടിപൊളി ബീച്ചാണ്. ഈ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിങ്ങാണ്, ക്ലിയർ വാട്ടറാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മറയാനൊക്കെ തോന്നും. പക്ഷേ ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി വന്നതല്ല, ഞങ്ങൾ വേറെ സ്ഥലത്ത് കൂടി പോകാനുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എത്തിയപ്പോൾ ബീച്ചിലേക്ക് വന്നതാണ്. ആ ബീച്ചിൻ്റെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ ബേസിക് ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. 17 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഈ കോവളം എന്ന സ്ഥലത്തിന് പാറക്കെട്ടുകളാൽ വേർതിരിക്കപ്പെട്ട പ്രധാനപ്പെട്ട 2-3 ബീച്ചുകളുണ്ട്. ഒന്ന് ലൈറ്റ് ഹൗസ് ബീച്ച്, ഹവ ബീച്ച്, സമുദ്ര ബീച്ച്, അശോക ബീച്ച്, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് ബീച്ചുകൾ നമുക്ക് കോവളത്തുണ്ട്. കോവളം ബീച്ച് നിങ്ങൾ ചിലപ്പോൾ ഈ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും പറയാണ്, സൂപ്പർ ബീച്ചാണ്. ഒരുപാട് വിദേശികളുണ്ട്, ഒരുപാട് സ്വദേശികളുണ്ട്. ഈ ടൈം പറഞ്ഞ ഉച്ച ടൈമാണ് കേട്ടോ. ഈ ടൈമിലൊന്നും വരരുത്. ഏകദേശം ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വെയിലാണ്. ഈവനിങ്ങിലൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ അഡ്വഞ്ചറായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പാരാസ്ലൈഡിങ് ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിൽ പോവാം. റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും ഞങ്ങൾ ചിലപ്പോൾ സ്പീഡ് ബോട്ടിൽ പോവും. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. ഡിസ്കൗണ്ടിലാണ്. ടിക്കറ്റാണ് കേട്ടാ. ടിക്കറ്റാണോ? 1 മണിക്കൂറിന് എത്ര? അല്ല, 10 മിനിറ്റിന് 1000 രൂപ. മറ്റേതാണെങ്കിൽ 2000. അതിലിപ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. അല്ല, അത് എത്ര മിനിറ്റ് ഉണ്ടാവും? അത് 20 മിനിറ്റ്. 20 മിനിറ്റ് നല്ല കിടിലാണ്. അത് വിഴിഞ്ഞം പോർട്ട് അതാണിയുടെ അകത്തൊക്കെ പോകും, അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇത് കുറച്ച് 2-3 ബീച്ച് 4 ബീച്ച് കവർ ചെയ്തിട്ട് വരും. ഓക്കെ, ഞങ്ങൾ നല്ല അവിടെയും കൂടി കവർ ചെയ്തിട്ട് വരാം. അതാകുമ്പോൾ എന്തെന്നറിയാം, ഒരു ഡിസ്കൗണ്ട് ഒക്കെ തരും. അതെ അല്ലേ? ശരി ശരി. 1800-700 പോവാം. 200 രൂപയുടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവില്ല? അതെ അല്ലേ? വലിയ ഇതില്ല ഇതിൽ. അതിൽ 2 പേരാണോ കയറാൻ പറ്റുള്ളൂ? 2-3 പേർക്ക് കയറാം. 3 പേർക്ക് കയറാം അല്ലേ? ഇപ്പൊ പോണ അതിൽ 3 പേർക്ക് കയറാം. ഓക്കെ, 3 പേര് ഷെയർ ചെയ്തിട്ട് എടുത്താൽ മതിയല്ലേ? ഒരു ബോട്ടിൻ്റെതാണല്ലേ ഷെയർ പറഞ്ഞത്. ശരി ശരി, ഓക്കെ ഏട്ടാ, ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. ചേട്ടാ, ഈ കൊടക്ക് ഇതിനെന്താ റേറ്റ് ഉണ്ടോ? ഇതിന് മണിക്കൂറാണ്. 1 മണിക്കൂർ 200 രൂപ ചാർജ് ചെയ്യണം. അതായത് ഇങ്ങനത്തെ 2 ബെഡും ഫുള്ളായിട്ട് സെറ്റ്, ഈ സെറ്റ് ഫുള്ളായിട്ട് മണിക്കൂറിന് 200 രൂപ. കിട്ടാറില്ല. ഇല്ല അല്ലേ? 350-100 കൊടുക്കും. ഞാനിവിടെ കൂടുതൽ ബാർഗനിങ് കൂടുതലേ. കൂടുതൽ മലയാളികൾ കണ്ടാണോ ബാർഗൻ ചെയ്യുന്നത്? മലയാളിയാണ്, ഫുള്ള് മലയാളി, നോർത്ത് ഇന്ത്യൻസ്. അതെ അല്ലേ? ഇതിന് മുമ്പ് ഒരു 4-5 വർഷം മുമ്പാണെങ്കിൽ ഫുള്ള് നമ്മളെ യൂറോപ്പാണ്. ഇവിടെ ശരിക്കും സീസൺ ഏതാണ്? സീസൺ നവംബർ സ്റ്റാർട്ടിങ്, ഒരു 4 മാസം ഉണ്ടാവും. നല്ല സീസൺ. സീസൺ എൻഡായി 1.5 മാസം കൂടെ ഉണ്ട്. അതല്ലേ? ഭയങ്കര ചൂടാണല്ലേ? ചൂട് നല്ല. ഇപ്പൊ ചൂടായിട്ട് കസ്റ്റമർ ഇറങ്ങൂല. ഒരു 5 മണിയാകുമ്പോ നമ്മളെ സീസൺ അടയ്ക്കാൻ സമയത്തുള്ള ആൾക്കാരെ ഉള്ളൂ അല്ലേ? ഓക്കെ. As the chemicals they take us higher. The night's young and it's just begun. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ സ്പീഡ് ബോട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട്. ഈ ചേട്ടന്മാരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കയറാൻ പോകണേ. ഇത് എങ്ങനെയായിട്ട് കയറിയാ?
സ്പീഡ് ബോട്ടിൽ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് എത്രയായിട്ട് 20 മിനിറ്റോ? അതെ അല്ലേ? പക്ഷെ അവിടെ സൂപ്പറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ടാ 20 മിനിറ്റാണ് ഇവർ പോവുക. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കവർ ചെയ്യുന്നതാണ് പറഞ്ഞത്. 2000 രൂപയാണ് റേറ്റ്. അപ്പോൾ നമ്മൾക്ക് ഡിസ്കൗണ്ടിലൂടെ 1600 രൂപയ്ക്ക് ഇവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ജേണി യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കടലിൻ്റെ കളറൊക്കെ ഉണ്ടോ നിങ്ങൾ? കറക്റ്റ് നീല കളറാണ് കേട്ടോ കടലിൽ. ഇത് ലൈറ്റ് ഹൗസ് ബീച്ച് അല്ലേ? ഗൈസ്, ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ബീച്ച് കേട്ടോ. ഇവിടെയാണോ വിദേശികൾക്കുള്ളത് ചേട്ടാ? ആ, ഇതാ നിങ്ങൾ ആ കാണുന്ന ബീച്ചാണ് കേട്ടോ. നമ്മൾ ടൂറിസ്റ്റുകൾ വിദേശികൾക്കുള്ള ബീച്ചാണിത് നിലവിലുള്ളത്. ഓക്കെ, ആ കാണുന്നതാണോ വിഴിഞ്ഞം തുറമുഖം ചേട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ആ ഭാഗത്തേക്ക് പോവോ? ഓക്കെ, ആ ഭാഗത്തേക്ക് നമ്മൾ പോകും കേട്ടോ. നിങ്ങൾക്ക് അറ്റത്തൊരു കുട കാണല്ലേ? അത് പാരാസ്ലൈഡിങ്ങിൻ്റെ ആണ്. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് അടുത്തിരുന്ന് കാണാം. എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ വേണമെങ്കിൽ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറിയ ഡിസ്കൗണ്ടൊക്കെ ഇവർ തരുന്നതായിരിക്കും. 2000 രൂപയാണ് ഇതിൻ്റെ ചാർജ് 3 പേർക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ ഡിസ്കൗണ്ടിൽ ആണെങ്കിൽ ഇവർ തരും. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഏരിയ അല്ലേ, അത് ഒരു പ്രൈവറ്റ് ബീച്ചാണ്. റോക്കം ബീച്ച് എന്നാണ് പറയുക കേട്ടോ. പ്രൈവറ്റ് ചിലപ്പോൾ ആ റിസോർട്ടിലേക്കുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ളൊരു ബീച്ചായിരിക്കും അത്. അതാണ് തോന്നുന്നുണ്ട് അല്ലേ? അത് ആ കാണുന്ന റിസോർട്ടിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമുള്ളൊരു ബീച്ചാണ് കേട്ടോ അത്. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ പോണവർക്ക്, റൂം എടുക്കുന്നവർക്ക് മാത്രമാണ് അവിടെ കയറാൻ പറ്റുള്ളൂ. ചേട്ടാ നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? അലക്സാണ്ടർ. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണോ? അപ്പോൾ ആ വിഴിഞ്ഞത്തെ 2 ഫേമസായ പള്ളികളാണത്. അതിനപ്പുറത്താണ് നമ്മുടെ തുറമുഖം. നിങ്ങൾ ആ അറ്റത്ത് കണ്ടോ, ചെറുതായിട്ടൊരു പൊടി കാണാനില്ലേ? അത് നമ്മുടെ കഷിപ്പ് പോണതാണ് കേട്ടോ. നമുക്ക് അത് അവിടേക്കൊന്നും പോകുന്നുണ്ടായിരിക്കില്ല. നമുക്ക് ഇവിടെ തന്നെ റൗണ്ട് അടിച്ചിട്ട് വരികയുള്ളൂ. അങ്ങനെ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ കടൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ സാധനങ്ങൾ കൊടുത്തിട്ട് അടക്കാണ്. ഏത് ഹാർബറാണ് അല്ലേ? ഇത് കാണുന്നത് തുറമുഖമാണ് കേട്ടോ, ഹാർബർ. മറ്റേ വിഴിഞ്ഞം തുറമുഖമൊക്കെ പറയില്ലേ, അത് അവിടെ നമുക്കൊരു ക്രിസ്തുവിൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റും. തുറമുഖത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുക കാരണം ആ ഭാഗം കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആ സ്റ്റാച്യു ക്രിസ്തുവിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതാണ് ഹാർബർ കേട്ടോ, വിഴിഞ്ഞം. ഇവിടെ ചെറിയ ഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ട്.
അദാനിയുടെ പോർട്ടാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖത്തിലെ. അദാനിയുടെ വണ്ടികളൊക്കെയാണ് നിൽക്കുന്നത് തോന്നുന്നു ഇവിടെ. ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ പാറകളൊക്കെ അങ്ങനെ ഷിപ്പിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവാണ്. As the afternoon, we lay awake in bed. It laughs so loud as the hours pass. We're gonna do it all again. We wanna chase the We're gonna be two hearts running wild. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കോളം വരികയാണെങ്കിൽ സ്പീഡ് ബോട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വിഴിഞ്ഞം തുറമുഖമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. പുറത്ത് ടൂറിസ്റ്റുകൾക്ക്, വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബീച്ചുണ്ട്, അപ്പുറത്താണത്. അവിടേക്ക് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൂടി പോകാനുണ്ട്. സമയം 12:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ആ ബീച്ചിൽ പോയില്ല. അവിടെ ഇതേ സെയിം ബീച്ച് തന്നെയാണ്, പക്ഷേ അവിടെ ഫോറിനേഴ്സ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ കോവളം ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഒരു വട്ടം വന്നിട്ടെങ്കിലും ബീച്ച് ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. അടിപൊളി ബീച്ചാണ്, നല്ല പരന്ന് കിടക്കുന്ന ബീച്ചാണ്. നമ്മുടെ അടിപൊളി വെള്ളമാണ്, കുളിച്ച് ആർമാദിക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം ടാസ്ക് ആയിരുന്നു.